ഹായ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ജനറൽ PSC ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ജൂലൈ മാസത്തില് ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാം തന്നെയാണ് നമ്മുടെ CPO WCPO എന്ന് പറയുന്നത്. ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നു, അതിന്റെ കൺഫർമേഷൻ എല്ലാം വന്നതാണ് അല്ലെ. CPOയുടെ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 740/2024 WCP എന്ന് പറയുന്നത് 582/2024 ആണ്. അടുത്ത മാസമാണ് അതിന്റെ എക്സാം നടക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു എക്സാം തന്നെയാണ്. ഇപ്പൊ CPO എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ കട്ട് ഓഫ് കുറവാണ്. കാരണം ബറ്റാലിയൻ വൈസ് നടക്കുന്ന എക്സാമുകളാണ്. ടോട്ടല് 7 ബറ്റാലിയനുകളിലേക്ക് അല്ലെ. സാപ്പ് KP3, അതുപോലെ KP5, KP1, KP2, MSP, അതുപോലെ KP4 തുടങ്ങിയ 7 ബറ്റാലിയനുകളിലേക്ക് നമ്മുടെ വിവിധ ജില്ലകളിലെ 7 ബറ്റാലിയനുകളായിട്ട് തിരിച്ച് 14 ജില്ലകളായിട്ട് 7 ബറ്റാലിയനുകളായിട്ട് തിരിച്ച് 7 ബറ്റാലിയനുകളിലേക്കാണ് നമ്മുടെ CPO എക്സാം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കുറവാണ്, കോമ്പറ്റീഷൻ കുറവാണ്. മെയിൽസ് മാത്രമാണ് CPOയിൽ അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ WCPO എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സ്റ്റേറ്റുമായിട്ട് നടക്കുന്ന ഒരു എക്സാം ആണ്. അതുകൊണ്ട് ഉദ്യോഗാർത്ഥികൾ അത്യാവശ്യം കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ CPOനെ അപേക്ഷിച്ച് WCPOയുടെ കട്ട് ഓഫും കുറച്ച് കൂടാനുള്ള സാധ്യതയല്ല. സാധാരണ അങ്ങനെയാണ്, CPOനെക്കാളുടെ കട്ട് ഓഫ് കൂടുതലായിരിക്കും WCPO എന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി CPOയ്ക്കാണ്. കാരണം നമുക്കറിയാം 14 ജില്ലകളെയും 7 ബറ്റാലിയനുകളായിട്ട് തിരിച്ചാണ് ഇവിടെ എക്സാം നടത്തുന്നത്. നമുക്ക് റാങ്ക് ലിസ്റ്റ് വരുമ്പോഴും സെപ്പറേറ്റ് ആയിട്ടുള്ള ബറ്റാലിയനുകളിലെ റാങ്ക് ലിസ്റ്റ് ആണ് വരുന്നത്. അതുകൊണ്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ CPO എന്ന് പറയുന്ന ഒരു എക്സാമിന് ഉള്ളത്. അതായത് ഇനി വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നമ്മുടെ കൈകളിലുള്ളൂ. ഏകദേശം 30 ദിവസം മാത്രമേ നമ്മുടെ കൈകളിലുള്ളൂ. ഇനി നമ്മുടെ പഠനം എങ്ങനെ കൊണ്ടുപോകണം, ആ ഒരു കാര്യം ചർച്ച ചെയ്യാനാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ എക്സാമിന്റെ ആ ഒരു പാറ്റേൺ, സെലക്ഷൻ പ്രോസസ് നോക്കുകയാണെങ്കിൽ നമുക്കത് ആദ്യമായിട്ട് നമ്മൾ പാസ്സാക്കേണ്ട ഒരു എക്സാം ആണ്. ആ എക്സാമിന്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ ദൗത്യം. പിന്നീട് നമുക്ക് ഫിസിക്കൽ ഉണ്ടാവും, അത് കഴിഞ്ഞ് മെഡിക്കൽ ഉണ്ടാവും അല്ലെ. അത് കഴിഞ്ഞായിരിക്കും നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരുന്നത്, അതിൽ നിന്നായിരിക്കും നമുക്ക് നിയമനം നടക്കുന്നത് അല്ലെ. നല്ലൊരു വലിയൊരു പ്രോസസ്സ് തന്നെയാണ്. അപ്പൊ ഏറ്റവും ആദ്യത്തതും ഏറ്റവും ഇമ്പോർട്ടന്റുമായിട്ടുള്ള കാര്യമാണ് എന്ത്, നമ്മുടെ എക്സാം അല്ലെങ്കിൽ നമ്മുടെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുക എന്നുള്ളത്. കട്ട് ഓഫ് നമ്മൾ ചുമ്മാ അങ്ങോട്ട് ക്ലിയർ ചെയ്താൽ പോരാ, അത്യാവശ്യം നല്ല മാർക്കിൽ തന്നെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യണം. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ 50-55 റേഞ്ച് ആണ് വിവിധ ബറ്റാലിയനുകളിൽ വന്ന കട്ട് ഓഫ്. അപ്പൊ തീർച്ചയായിട്ടും ഈ വർഷവും ആ ഒരു രീതിയിൽ തന്നെയുള്ള കട്ട് ഓഫ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ആ ഒരു രീതി എക്സ്പെക്ട് ചെയ്തുകൊണ്ട് മിനിമം 60-ന് മുകളിലെങ്കിലും മാർക്ക് നമുക്ക് സ്കോർ ചെയ്യുന്ന വിധത്തിലായിരിക്കണം നമ്മുടെ എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ. 60 മാർക്കിന് മുകളിൽ നമ്മൾ സ്കോർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് റാങ്ക് ലിസ്റ്റിന്റെ ഉയർന്ന പടിയിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ ചുമ്മാ കട്ട് ഓഫ് ക്ലിയർ ചെയ്തെന്ന് പറഞ്ഞ് നമുക്ക് ജോലി കിട്ടണമെന്നില്ല. കട്ട് ഓഫ് ക്ലിയർ ചെയ്തെന്ന് പറഞ്ഞ് ജോലി കിട്ടണമെന്ന് നിർബന്ധമില്ല. കട്ട് ഓഫ് ഉയർന്ന രീതിയിൽ അല്ല, ഉയർന്ന മാർക്കിൽ തന്നെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യണം എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇനിയുള്ള സമയം ഏതെല്ലാം ഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ ഏതൊക്കെയാണ് CPOയുടെ ഹോട്ട് ടോപ്പിക്കുകൾ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കാം. ആദ്യം നമ്മുടെ സിലബസ് ഒന്ന് മനസ്സിലാക്കാം അല്ലെ. ഇതാണ് നമ്മുടെ സിലബസ്. ഈ സിലബസ് ബേസ് ചെയ്ത് പറയുവാണെങ്കിൽ ആദ്യം നമ്മുടെ സിലബസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോർ ഏരിയ തിരിച്ചറിയണം. നമ്മൾ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട സിലബസിന്റെ കോർ ഏരിയ എന്താണെന്നാണ്. നമ്മുടെ സിലബസിന്റെ കോർ ഏരിയ എന്ന് പറയുന്നത് നമുക്കറിയാം സ്പെഷ്യൽ ടോപ്പിക്സ് മാറ്റമുണ്ട്. ഈ പ്രാവശ്യം വന്ന BNS ഒക്കെയാണ്. അപ്പൊ ആ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ 20 മാർക്ക് നമ്മുടെ കോർ ഏരിയ ആണ്. സ്പെഷ്യൽ ടോപ്പിക്സിന്റെ 20 മാർക്ക്, സ്പെഷ്യൽ ടോപ്പിക്സിന്റെ 20 മാർക്ക് നമ്മുടെ കോർ ഏരിയ ആണ്. സ്പെഷ്യൽ ടോപ്പിക്സിന്റെ 20 മാർക്ക്. പിന്നീട് വരുന്നത് മലയാളം, നമുക്ക് പഠിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് മലയാളം. അതേപോലെ ഇംഗ്ലീഷ്, മാത്സ്. അതായത് സ്പെഷ്യൽ ടോപ്പിക്സ്, മലയാളം, ഇംഗ്ലീഷ്, മാർക്ക് തുടങ്ങിയ സബ്ജക്റ്റുകളിൽ നമുക്ക് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് 50 മാർക്കാണ്. ഇത് തന്നെയാണ് ഇതിന്റെ കോർ ഏരിയ എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് കോർ ഏരിയ, ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റും. എടാ മാത്സും ഇംഗ്ലീഷും മലയാളവും നമുക്ക് പഠിച്ചു തീർക്കാം, സ്പെഷ്യൽ ടോപ്പിക്സും പഠിച്ചു തീർക്കാം. 50 മാർക്ക് നമുക്ക് അവിടെ നിന്ന് നേടാൻ സാധിക്കും. അതാണ് അതിന്റെ കോർ ഏരിയ. പിന്നീട് വരുന്ന വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു റീജിയൻ ആണ്. ഇതിനെന്ത് ചെയ്യുക, ഒരു മോഡറേറ്റ് ലെവലിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും ഏതിന് തന്നെയാണ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ 8 മാർക്കാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പഠിച്ചെടുക്കാം. അതേപോലെ നമ്മുടെ എക്കണോമിക്സിന് 5 മാർക്ക്, എക്കണോമിക്സ് നമുക്ക് പഠിച്ചെടുക്കാം. അതേപോലെ നമ്മുടെ ഹിസ്റ്ററിയും ജോഗ്രഫിയും SCRT ബേസ് ചെയ്ത് പഠിക്കുക, സയൻസും SCRT ബേസ് ചെയ്ത് പഠിക്കുക. ഈ ഒരു പഠനം ഉണ്ട് എങ്കിൽ, ഇതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഈ ഒരു പഠനം ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, റാങ്ക് ലിസ്റ്റില് ഉയർന്ന രീതിയിൽ തന്നെ നല്ലൊരു റാങ്കിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നു. ഇത്രേ ഉള്ളൂ. കോർ ഏരിയ ആദ്യം പഠിച്ചു തീർക്കുക.
ഏതാണ് സ്പെഷ്യൽ ടോപ്പിക്സ്? മാത്സ്, മലയാളം, ഇംഗ്ലീഷ്. അതോടൊപ്പം വാസ്റ്റ് ആയിട്ടുള്ള GK ഏതിലൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണം? കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ്, അതേപോലെ ഹിസ്റ്ററി, ജോഗ്രഫി, കറണ്ട് സയൻസ് തുടങ്ങിയ ഭാഗങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഈ മേഖലകളിൽ ഏതെല്ലാം ഭാഗങ്ങൾ ആദ്യം പഠിച്ചു തീർക്കണം? ഏതെല്ലാം ഭാഗങ്ങൾ ആദ്യം പഠിച്ചു തീർക്കണം നോക്കിക്കൊള്ളുക. എടാ ഹിസ്റ്ററിയിലാണെങ്കിൽ, ചരിത്രമാണെങ്കിൽ അല്ലേ, അതായത് കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി എന്ന് വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു തീർക്കുന്നത് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ. മലയാളത്തിൽ നമ്മുടെ കേരള ഹിസ്റ്ററിയിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ. മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്ര തിരുനാൾ വരെയുള്ള തിരുവിതാംകൂറിന്റെ ചരിത്രം പഠിക്കുക. ഒന്നാം സ്വാതന്ത്ര്യ സമരം, പിന്നീട് സ്വാതന്ത്ര്യ സമരവും ഗാന്ധിയും, അതേപോലെ റഷ്യൻ വിപ്ലവം. ഇത്രയും ഭാഗങ്ങൾ ചരിത്രം അല്ലെങ്കിൽ ഹിസ്റ്ററി എന്ന് പഠിക്കുക. ഹിസ്റ്ററി നമ്മൾ ഇത്രയും ഭാഗങ്ങൾ നമ്മൾ പഠിക്കണം. പിന്നീട് ഭൂമിശാസ്ത്രം അല്ലെങ്കിൽ ജോഗ്രഫിയിലെ അന്തരീക്ഷമർദ്ദവും കാറ്റും, നദികള്, ഉത്തരപർവ്വത മേഖല, കാലാവസ്ഥ. ഇത്രയും ഭാഗങ്ങൾ നമ്മൾ എവിടുന്ന് പഠിക്കുക? ഭൂമിശാസ്ത്രം അല്ലെങ്കിൽ ജോഗ്രഫി എന്ന് പഠിക്കുക. നെക്സ്റ്റ് സയൻസ്. സയൻസ് ഈ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി. ഇത്രയും ഭാഗങ്ങൾ നമ്മൾ SCRT 10th ലെവൽ വരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ ചില ഭാഗത്ത് നിന്ന് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 12th ലെവലിൽ നിന്ന് സയൻസിന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, രോഗങ്ങളും രോഗകാരികളും. അപ്പൊ അതിൽ നിന്ന് സയൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, അതേപോലെ വിറ്റാമിനുകൾ, മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ്. അതൊരു വളരെ വാസ്റ്റ് ഏരിയ ആണ്. അത് നമ്മൾ SCRT ബേസ് തന്നെ പഠിക്കണം. ഫിസിക്സിൽ നിന്നാണെങ്കിൽ പ്രകാശവും ഗുരുത്വാകർഷണവും റിപ്പീറ്റഡ് ആയിട്ട് ആ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യം വരുന്നതാണ്. കെമിസ്ട്രിയിൽ നിന്നാണെങ്കിൽ ലോഹങ്ങളും ലോഹസങ്കരങ്ങളും, അതേപോലെ ലായനികളും മിശ്രിതങ്ങളും. ഇത്രയും ഏരിയ ആണ് സയൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പിന്നീട് വരുന്നത് കേരളം ഭരണ സംവിധാനം, അതിലെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും ദുരന്ത നിവാരണ അതോറിറ്റിയും. ഇത്രയും ഭാഗങ്ങൾ പഠിച്ചു തീർക്കണം. ഈ ഭാഗങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. ദെൻ നമ്മുടെ എക്കണോമിക്സും കോൺസ്റ്റിറ്റ്യൂഷനും. അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ 8 മാർക്കാണ്, അതേപോലെ എക്കണോമിക്സും 5 മാർക്കാണ്. ഇതില് ഈ എക്കണോമിക്സിന്റെ ടോപ്പിക്കുകൾ നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിച്ചു തീർക്കാവുന്ന ടോപ്പിക്കാണ്. അതുകൊണ്ട് ഈ എക്കണോമിക്സിന്റെ കംപ്ലീറ്റ് ടോപ്പിക്ക് പഠിച്ചു തീർക്കണം. കോൺസ്റ്റിറ്റ്യൂഷന്റെയും കംപ്ലീറ്റ് ടോപ്പിക്ക് പഠിച്ചു തീർക്കണം. ഇത് ആക്ച്വലി വളരെ വാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, പഠിച്ചു തീർക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ 8 മാർക്കും എക്കണോമിക്സ് 5 മാർക്കുമാണ്. നല്ല മാർക്ക് വരുന്ന ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ അത് വളരെ കൃത്യമായിട്ട് ഇതിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, അതേപോലെ തന്നെ പഞ്ചവത്സര പദ്ധതികൾ എക്കണോമിക്സിലാണെങ്കിൽ. കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, അതുപോലെ ഭരണഘടനാ ഭേദഗതികൾ. ഇത്രയും ഭാഗങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് കോൺസ്റ്റിറ്റ്യൂഷനും പഠിക്കുക. പിന്നീടാണ് നമ്മുടെ നെക്സ്റ്റ് വരുന്ന നമ്മുടെ മാറ്റം വന്ന സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഭാരതീയ ന്യായ സംഹിത. അതായത് 4 മാർക്കാണ് അവിടുന്ന് വരുന്നത്. ഇത് നമ്മൾ ചുമ്മാ പഠിക്കുമ്പോൾ അതായത് സെക്ഷൻ 2 എന്ന് പറയുന്നത് 2, 3 എന്ന് പറയുന്നത് ചൈൽഡുമായിട്ട് അങ്ങനെ പഠിക്കുകയല്ല വേണ്ടത്. എക്സാമ്പിൾസ് സഹിതം പഠിക്കണം. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ എക്സാമ്പിൾസ് ആണ് ചോദിച്ചത്. ആ എക്സാമ്പിളുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷനുകളാണ് നമുക്ക് ചോദ്യങ്ങളായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സ് പഠിക്കുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് തന്നെ എൻ്റെ എക്സാമ്പിൾസ് സഹിതം പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ 4 മാർക്ക് അവിടെ നിന്ന് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. BNS-ലെ ഭാരതീയ ന്യായ സംഹിതയിലെ. അതേപോലെ നമ്മുടെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 3 മാർക്കാണ്. ഇതും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളാണ് വരുന്നത്. ചുമ്മാ പഠിച്ചാൽ പോരാ, വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമ്മൾ എന്തും പഠിക്കണം, ഈ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പഠിക്കണം. പിന്നീട് നമ്മുടെ മാറ്റം വന്നതാണ് ഭാരതീയ സാക്ഷ്യ അധിനിയമം എന്ന് പറയുന്നത്. അതിൽ നിന്ന് 2 മാർക്കാണ്. അത് നമുക്ക് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ നോക്കാനില്ല. അതുകൊണ്ട് തന്നെ പുതിയ മാറ്റം വന്ന് വളരെ ക്ലിയർ ആയിട്ട് തന്നെ പഠിക്കുക. സെക്ഷൻസ് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് പഠിക്കുക. ഇപ്പൊ നേരത്തെ പഠിച്ച നമുക്ക് സെക്ഷൻസിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ സെക്ഷൻസ് വളരെ ക്ലിയർ ആയിട്ട് തന്നെ പഠിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ബാക്കി നമ്മുടെ ഓൾറെഡി ഉള്ള പഴയ സ്പെഷ്യൽ ടോപ്പിക്സ് തന്നെ, കേരള പോലീസ് ആക്ട് ആണെങ്കിലും NDPS ആണെങ്കിലും അതേപോലെ നമ്മുടെ IT ആക്ട് ആണെങ്കിലും അതെല്ലാം പഴയതുപോലെ തന്നെ. അത് ഓൾറെഡി നിങ്ങൾ പഠിച്ചവരാണെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ക്ലിയർ ആയിട്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഭാഗങ്ങളാണ് ആ ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ പോകുന്നത് ഒരു ടൈം ടേബിൾ ബേസ് ചെയ്തുള്ള പഠനമാണ് അല്ലേ. നമ്മൾ ഓരോ ദിവസവും ഓരോ ടോപ്പിക്കുകൾ നൽകി ഒരു ടൈം ടേബിൾ ബേസ് ചെയ്തുള്ള പഠനമാണ്. അതിന് മാക്സിമം കണ്ടോ, മാത്സിൽ നമ്മൾ ആദ്യം ഭാഗങ്ങൾ കൊടുക്കുന്നു, Day 1, Day 2 അടുത്ത ഭാഗങ്ങൾ. അങ്ങനെ നമ്മളൊരു ടൈം ടേബിൾ ബേസ് ചെയ്തുള്ള പഠനമാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ മാറ്റം വന്നത് വളരെ ക്ലിയർ ആയിട്ട് പഠിക്കുക. ബാക്കി മാറ്റം വരാത്ത കാര്യങ്ങളുണ്ട്. നമ്മുടെ കേരള പോലീസ് ആക്ട് ആണെങ്കിലും അതേപോലെ NDPS ആണെങ്കിലും അതേപോലെ IT ആക്ട് ആണെങ്കിലും അതെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചവരാണെങ്കിൽ അതൊന്ന് റീവൈൻഡ് ചെയ്ത് ഒന്നുകൂടെ നോക്കുക അല്ലെ. പ്രീവിയസ് ഇയർ ബേസ് ചെയ്ത് അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്ത് ആ ഭാഗങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക.
വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഏകദേശം പോയി കഴിഞ്ഞാൽ ഒരു 30 ദിവസത്തോളം അടുത്ത് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഈ പറഞ്ഞ ഭാഗങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ വെച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, നല്ലൊരു കട്ട് ഓഫ് നേടിയിട്ടൊരു കാര്യമില്ല, കട്ട് ഓഫിന് മുകളിൽ മാർക്ക് നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ അല്ലേ? സോ അതിനെ നിങ്ങളെ സഹായിക്കാനായിട്ടാണ് നമ്മുടെ WCPOയുടെ ഏറ്റവും പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് എങ്കിൽ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അതേപോലെ നമ്മുടെ ഒരു ബൂസ്റ്റർ ബാച്ച് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കണക്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.